പ്രധാനമന്ത്രി റോഡ് മാർഗം ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ചൂരൽമലയിൽ പ്രധാനമന്ത്രി അവിടെ ബെയിലി പാലത്തിലൂടെ ചൂരൽമലയിൽ നിന്ന് ചൂരൽമലയെ മുണ്ടക്കയുമായി ബന്ധിപ്പിക്കുന്ന ബെയിലി പാലത്തിലൂടെ പ്രധാനമന്ത്രി നടക്കും. അവിടെ വെച്ച് ഈ രക്ഷാസേനകളെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവരെ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണത്തിന് പങ്കാളികളായ മദ്രാസ് റെജിമെൻറ്റിലെ എഞ്ചിനീയറിംഗ് യൂണിറ്റ് അവിടെ തുടരുന്നുണ്ട്. അവരെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുന്നുണ്ട്. അവരാണ് ആദ്യഘട്ടത്തിൽ ഈ പരിക്കേറ്റവരെയും മൃതദേഹം ഒക്കെ അക്കരയിൽ നിന്ന് ഇക്കരയിലേക്ക് റോപ്പ് വഴി എത്തിച്ചത്. ആ സംഘവുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. അവരെ പ്രധാനമന്ത്രി അഭിനന്ദിക്കും. അതിനുശേഷം കളക്ടറേറ്റിൽ അവലോകന യോഗം, അതുപോലെ ഈ ദുരിതബാധിതരെ പ്രധാനമന്ത്രി അവരുമായി ആശയവിനിമയം ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ആ യാത്രയ്ക്കായി പ്രധാനമന്ത്രി ഇപ്പോൾ ചൂരൽമലയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. റോഡ് മാർഗമുള്ള യാത്ര. അതിൽ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഗവർണർ, ചീഫ് സെക്രട്ടറി ഒക്കെ പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. ഇതിനോടകം ചീഫ് സെക്രട്ടറി ആകാശ നിരീക്ഷണ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയെ ഈ ദുരന്തത്തിൻ്റെ മേഖലകൾ, ഇപ്പോൾ ആദ്യം അദ്ദേഹം ചൂരൽമലയിലായിരുന്നു വ്യോമനിരീക്ഷണം നടത്തിയത്, പിന്നീട് പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും വ്യോമനിരീക്ഷണം നടത്തി. ഈ മേഖലയിലെ തകർന്ന കെട്ടിടങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, അതുപോലെ ജനവാസ മേഖലകൾ, റോഡുകൾ, ഇതൊക്കെ പ്രധാനമന്ത്രി ഈ വ്യോമ നിരീക്ഷണത്തിൽ കണ്ടിട്ടുണ്ട്. അവിടെ മൺകൂമ്പാരം മാത്രമാണ് ബാക്കിയുള്ളത്. 300, 350 ഏതാണ്ട് 400-നധികം വീടുകൾ, 400-നടുത്ത് വീടുകൾ തന്നെ ആ മേഖലയിൽ തകർന്നിട്ടുണ്ട് എന്നതാണ് നമ്മളുടെ കണക്ക്. നിരവധി പൊതുകെട്ടിടങ്ങൾ, സ്കൂളുകളടക്കം, മുണ്ടക്കയിൽ ഒരു LP സ്കൂള്, ചൂരൽമലയിൽ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കം തകർന്നിട്ടുണ്ട്. ആരാധനാലയങ്ങൾ, മറ്റു പൊതുസ്ഥാപനങ്ങൾ, റോഡുകൾ, ചെറിയ പഞ്ചായത്ത് റോഡുകൾ, അതുപോലെ പാലങ്ങളടക്കം അവിടെ പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട്. ആ മേഖലയിൽ വ്യോമ നിരീക്ഷണം പ്രധാനമന്ത്രി പൂർത്തിയാക്കി. അതിനുശേഷമാണ് ഇപ്പോൾ കൽപ്പറ്റ ഹെലിപ്പാഡിൽ ഇറങ്ങിയത്. അതിനുശേഷം അവിടെ നിന്ന് ചൂരൽമലയിലേക്ക് റോഡ് മാർഗം കൽപ്പറ്റയിൽ നിന്ന് പ്രധാനമന്ത്രി ഇപ്പോൾ തിരിച്ചിരിക്കുകയാണ്. കൽപ്പറ്റയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മദ്രാസ് റെജിമെന്റ് അവിടുത്തെ എഞ്ചിനീയറിംഗ് യൂണിറ്റ് തയ്യാറാക്കിയ ബെയിലി പാലത്തിലൂടെ യാത്ര ചെയ്യും. ആ പാലത്തിന്റെ നിർമ്മാണത്തിലും അതിന് തൊട്ടുമുമ്പ് അവിടെ ഈ റോപ്പ് വേ വഴി മൃതദേഹം ഇങ്ങേക്കരയിലേക്ക്, മുണ്ടക്കയിൽ നിന്ന് ഇങ്ങേക്കരയിലേക്ക് എത്തിച്ച സേനാംഗങ്ങൾ, അവിടെ നിന്ന് പരിക്കേറ്റവരെ അതിസാഹസികമായി റോപ്പ് വേയിലൂടെ ഇക്കരെ എത്തിച്ച സേനാ വിഭാഗങ്ങൾ, അവിടെ NDRFൻ്റെ ഒക്കെ സംഘങ്ങളുണ്ട്. അവരുമായി പ്രധാനമന്ത്രി കുറച്ചു സമയം ആശയവിനിമയം നടത്തും. അവരുടെ സേവനങ്ങളെ അതിനെ അഭിനന്ദിക്കും. അതിനുശേഷമാണ് മറ്റ് അവലോകന യോഗങ്ങളിലേക്ക് പ്രധാനമന്ത്രി കടക്കുക. അവലോകന യോഗങ്ങൾ കേരളത്തെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം ഈ യോഗത്തിലാണ് കേരളം അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇനി പ്രധാനമന്ത്രിയെ നേരിട്ട് അറിയിക്കാൻ പോകുന്നത്. ഇതിനോടകം നേരത്തെ നമ്മൾ പറഞ്ഞാണ്, കേന്ദ്രമന്ത്രിമാരുടെ ഗ്രൗണ്ട് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇന്നലെ കേന്ദ്ര സംഘത്തിൻ്റെ പരിശോധന ഉണ്ടായിരുന്നു. അവർക്കൊക്കെ മുന്നിൽ ഇതിനോടകം നമ്മൾ എന്താണ് കേരളത്തിൻ്റെ ആവശ്യം, പുനരധിവാസം എന്ന എത്ര വലിയ ടാസ്ക്കാണ് കേരളത്തെ സംബന്ധിച്ച്, അതിന് കേന്ദ്രത്തിൻ്റെ വലിയ സഹായം ഉണ്ടാകണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഒരു പ്രോജക്റ്റ് 2000 കോടിയുടേതാണ് പ്രാഥമിക ഘട്ടത്തിൽ നൽകുന്നത്. അതിൻ്റെ വിവരങ്ങൾ ഇതിനോടകം കൈമാറിയിട്ടുണ്ട്. കേന്ദ്ര സംഘം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഈ മേഖലകളിൽ എത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തതാണ്. അപ്പോഴിനി പ്രധാനമന്ത്രി ഈ സന്ദർശനത്തിന് ശേഷം വീണ്ടും അവലോകന യോഗങ്ങളിലേക്ക് കടക്കും. ആ അവലോകന യോഗത്തിനായിരിക്കും കേരളം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നിവേദനം കൈമാറാൻ പോകുന്നത്. ഇപ്പോൾ ചൂരൽമലയിലേക്കുള്ള യാത്രയിലാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി അടക്കമുള്ള സംഘവും. ഇപ്പോൾ ആ വാഹനവ്യൂഹം മേപ്പാടി ടൗണിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഷഹദ് റഹ്മാൻ അവിടെയുണ്ട്. ഷഹദ്, മേപ്പാടി ടൗണിലൂടെ ആ വാഹനവ്യൂഹം കടന്നുപോയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? എപ്പോഴായിരിക്കും ചൂരൽമലയിലേക്ക് പ്രധാനമന്ത്രി എത്തുക? വിജയകുമാർ, ഞാൻ നിൽക്കുന്നത് ഈ മേപ്പാടി ടൗണിലാണ്. അതായത് ഈ ചൂരൽമലയിലേക്ക് കയറുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ മേപ്പാടി ടൗൺ കഴിഞ്ഞ ഉടൻ തന്നെയാണ്. അപ്പോൾ ഇതുവരെ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഇതുവഴി കടന്നു വന്നിട്ടില്ല. പക്ഷേ ഇവിടെ എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി 2 ഭാഗങ്ങളിലും, ഈ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും വടംകെട്ടിയും അതുപോലെ തന്നെ ഈ ബാരിക്കേഡുകൾ വെച്ചും ആളുകളെ നിയന്ത്രിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറേ അധികം മണിക്കൂറുകളായിട്ട് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം ഇവിടേക്ക് കടന്നു വരും. അതായത് നമ്മുടെ ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് മേപ്പാടി ടൗണിൽ തന്നെയാണ്, ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പോൾ ഇതുവഴി കടന്നു വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് ഏറ്റവും
പുതുതായിട്ട് ലഭ്യമാക്കുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ചെറിയ രീതിയിൽ ഇപ്പോൾ മഴ ചാറ്റൽ മഴയാണെങ്കിൽ പോലും ചെറിയ രീതിയിൽ മഴ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ മേപ്പാടി ടൗണിൽ അത്തരത്തിൽ മഴ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എങ്കിൽ പോലും പോലീസും അതുപോലെ തന്നെ ബാക്കി സേനാ അംഗങ്ങളും ഒക്കെ തന്നെ ഇതിനോടകം സുരക്ഷ പൂർത്തിയാക്കി അല്പസമയത്തിനകം ഇവിടേക്ക് ഈ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു വരും എന്നുള്ളത് കൊണ്ട് ഇരുഭാഗങ്ങളിലും നിയന്ത്രിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ചൂരൽമലയിൽ നിന്ന്, അതായത് മേപ്പാടി ടൗണിൽ നിന്നും ചൂരൽമലയിലേക്ക് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ആ റൂട്ടിലേക്ക് കയറുന്ന സമയത്ത് നമുക്കറിയാം, അതായത് അത്ര പെട്ടെന്ന്, അതായത് ഈ നമുക്ക് പ്രധാനമന്ത്രിയുടെ വാഹനങ്ങൾക്ക് പെട്ടെന്ന് കടന്നാൻ പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റോഡല്ല ഈ മേഖല എന്നുള്ളത്. കാരണം കുറച്ച് ദുർഘടം പിടിച്ച റോഡാണ്. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ നിന്നും പലയിടങ്ങളിലും മണ്ണിടിഞ്ഞിട്ടുണ്ട്. കൂടാതെ തന്നെ ചെറിയ റോഡുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചൂരൽമലയിൽ നിന്നും അല്ലെങ്കിൽ ചൂരൽമല റോട്ടിൽ നിന്ന്, മേപ്പാടിയിൽ നിന്നും ചൂരൽമല റോട്ടിലേക്ക് കയറിയത് മുതൽ പിന്നീട് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും ഈ വാഹനങ്ങളൊക്കെ കടന്നു പോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇനി അങ്ങോട്ടുള്ള മേഖലകൾ, പ്രത്യേകിച്ച് ചൂരൽമല മേഖലയൊക്കെ എന്ന് പറയുന്നത് നമുക്കറിയാം മാവോയിസ്റ്റ് മേഖല കൂടിയാണ്. അതുകൊണ്ട് അതീവ സുരക്ഷയാണ് ഈ മേഖലയിലൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയുണ്ട്, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുണ്ട്. അങ്ങനെ ഈ മന്ത്രിമാരൊക്കെ തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വാഹനത്തെ അനുഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മേഖലയിൽ എത്തി നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് ബെയിലി പാലത്തിൽ പ്രധാനമന്ത്രി കടന്നു ചെല്ലുകയും പിന്നീട് അവിടെ നിന്നും ഒരുപക്ഷെ കാര്യങ്ങൾ കൂടുതൽ ഉദ്യോഗസ്ഥരുമായും അതുപോലെ തന്നെ മറ്റ് ഈ ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുമെന്നായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ ഇവിടെ മഴ ചെറിയ രീതിയിൽ വില്ലനായി നിൽക്കുന്നുണ്ട്. കാലാവസ്ഥയിൽ ചെറിയ രീതിയിലുള്ള മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയും ഈ മേഖലയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ഒരുപക്ഷെ ഈ ബെയിലി പാലത്തിന് മുകളിൽ കയറുകയോ അല്ലെങ്കിൽ മുണ്ടക്കൈ മേഖലകളിലേക്ക് പോകുകയോ എന്ന കാര്യത്തിൽ ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം കാലാവസ്ഥ പല ഭാഗങ്ങളിൽ പല രീതിയിലാണ്. ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന മേഖലയിൽ ചെറിയ രീതിയിലുള്ള ഈ ചാറ്റൽ മഴയാണ് വന്നതെങ്കിൽ പോലും ഒരുപക്ഷെ ഈ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ മഴ കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ അതിശക്തമായിട്ടുള്ള മഴയാണ് ഈ മേഖലയിലേക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വാഹന വ്യൂഹം കടന്നു വരുന്നു എന്നുള്ളതാണ്. ജില്ലാ കളക്ടറുടെ വാഹനം വന്നിട്ടുണ്ട്, അതുപോലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനം ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവർ ഇപ്പോൾ ഈ വഴി മേപ്പാടി വഴി ക്രോസ് ചെയ്ത് ചൂരൽമല റോഡിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുക. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അവർക്ക് ഇതിനോടകം തന്നെ ഇൻഫർമേഷൻ ലഭ്യമായിട്ടുണ്ട്. കാരണം അല്പസമയത്തിനകം ഈ വാഹന വ്യൂഹം ഇതുവഴി കടന്നു പോകും എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് SPG സംഘവും അതുപോലെ തന്നെ മറ്റ് പോലീസ് സേനാംഗങ്ങളും ഏകദേശം 2300-ലധികം പോലീസ് സേനാംഗങ്ങളാണ് ഈ പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി മാത്രം വിന്യസിച്ചിട്ടുള്ളത്. കൂടാതെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വയനാട്ടിൽ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഈ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന പോലീസുകാർ വേറെയുമുണ്ട്. ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി മാത്രം ഏകദേശം 2300-ഓളം പോലീസുകാരാണ് ഇപ്പോൾ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചാണ്. ഈ ചൂരൽമലയിൽ നിന്നും സന്ദർശനം കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ മേപ്പാടി ടൗൺ വഴിയാണ് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് പോവുക എന്നുള്ളത്, ആസാദ് മൂപ്പന്റെ ആശുപത്രിയിലേക്ക് പോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയുള്ള രോഗികളുമായും അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ആളുകളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. അവിടെയുള്ള ആളുകളെ കാണും, അവരുമായി സംസാരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഓരോ വാഹനങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ ഫ്രെയിം വഴി കടന്നു പോകുന്നുണ്ട്. കാരണം ഈ മേപ്പാടി വഴി കടന്നു പോകുന്നുണ്ട്. അതിനർത്ഥം അതായത് റോഡ് ക്ലിയർ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ. അതിനുശേഷം ഈ വാഹനം അല്പസമയത്തിനകം ഇതുവഴി കടന്നു പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും ഞാൻ പറയുന്നു, കാരണം ഇതുവഴി അതായത് ചൂരൽമല വഴി പോകുമ്പോൾ കുറച്ച് ദുർഘടം പിടിച്ച റോഡുകളാണ്. പ്രത്യേകിച്ച് അത്ര സുഗമമായിട്ടുള്ള ഒരു റോഡല്ല. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, പ്രധാനമന്ത്രിയെ കാത്തു നിൽക്കുന്നുണ്ട് ബാരിക്കേഡിന് പുറത്ത് ആൾക്കൂട്ടം. അവർക്കിടയിലൂടെ മേപ്പാടി ടൗണിലൂടെ അല്പസമയത്തിനകം ആ വാഹന വ്യൂഹം ചൂരൽമലയിലേക്ക് പോകും. അവിടെ ഇപ്പോഴും മഴയുണ്ടോ, മഴ ചാറുന്നുണ്ടോ? അപ്പോൾ മഴയുടെ സാഹചര്യം ഇപ്പോഴും തുടരുകയാണോ? ആ വാഹന വ്യൂഹത്തിലുള്ള ആംബുലൻസ് പാസ് ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള വാഹനവ്യൂഹത്തിനൊപ്പമുള്ള ആംബുലൻസ് അല്ല ഇതുവഴി കടന്നുപോയത്, മറ്റൊരു ആംബുലൻസ് ആണ് ഇതുവഴി കടന്നുപോയത്. കാരണം ഇതുവഴി തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി സന്ദർശനം നടത്തേണ്ട ഈ മൂവ്മെന്റ്സ് ആശുപത്രി ഉള്ളത് എന്നുള്ളതുകൊണ്ട് ആ മേഖലയിലേക്കുള്ള വാഹനങ്ങൾ മാത്രം ഇതുവഴി കടത്തിവിടുന്നുണ്ട്. അല്ലാതെ പ്രധാനമന്ത്രിയുടെ വാഹനങ്ങൾ ഇപ്പോൾ ഇതുവഴി വന്നിട്ടില്ല. ആ വാഹനവ്യൂഹത്തിനൊപ്പമുള്ള വാഹനങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റോഡിന്റെ ഇരുഭാഗങ്ങളിലും പ്രധാനമന്ത്രിയെ കാണാനായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം. അവരെ
ബാരിക്കേഡ് വെച്ച് ഇത്തരത്തിൽ നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് പ്രധാനമന്ത്രിയുടെ വാഹനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ സൂചിപ്പിച്ച അല്ലെങ്കിൽ ചോദിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കാലാവസ്ഥയാണ്. കാലാവസ്ഥ ചെറിയ രീതിയിൽ ഇപ്പോൾ ഒരു ഭീഷണിയായി നിൽക്കുന്നുണ്ട്. കാരണം ചെറിയ രീതിയിൽ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഈ മേഖലയിലുള്ളത്. പക്ഷേ നേരത്തെ ചെറിയ രീതിയിൽ മഴ ചാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്ര കുഴപ്പമില്ല, അല്ലെങ്കിൽ മഴ ഇപ്പോൾ ചാറുന്നില്ല. അതുകൊണ്ട് ഒരുപക്ഷെ നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ ആ പ്ലാൻ അനുസരിച്ച് തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ആശുപത്രിയിലും പോയി അതിനുശേഷം കളക്ടറേറ്റിലേക്ക് തിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടരുക. ഇപ്പോൾ KR ഗോപികൃഷ്ണൻ ചേരുന്നുണ്ട്. കൽപ്പറ്റയിൽ നിന്നാണ് KR ഗോപികൃഷ്ണൻ ചേരുന്നത്. ഗോപി, കൽപ്പറ്റ പിന്നിട്ട് ചൂരൽമലയിലേക്ക്, മേപ്പാടി വഴി ചൂരൽമലയിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം നീങ്ങുന്നുണ്ട്. നേരത്തെ ഷഹദ് പറയുന്നുണ്ടായിരുന്നു കാലാവസ്ഥ കുറച്ച് മോശമായിട്ടുണ്ട്, അതുകൊണ്ട് ഈ ബെയിലി പാലത്തിലൂടെയൊക്കെ നടന്ന് കുറച്ച് മുന്നോട്ടേക്കൊക്കെ പോകാനുള്ള ആ പദ്ധതി പ്രധാനമന്ത്രിക്ക് ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാമെന്ന് ഷഹദ് പറയുന്നുണ്ടായിരുന്നു. കാലാവസ്ഥ മോശമാണോ ഇപ്പോഴവിടെ? വിജയൻ, കാലാവസ്ഥ ഇപ്പോൾ ചെറിയ മഴ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് കൽപ്പറ്റ ടൗണിലാണ്. SKMJ ഗ്രൗണ്ടിൽ ഹെലിപാഡിൽ ഇറങ്ങിയ ശേഷം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയത് ഈ റോഡിലൂടെയാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 25 കിലോമീറ്ററാണ് ചൂരൽമലയിലേക്കുള്ളത്. അതായത് ഏതാണ്ട് അരമണിക്കൂറിൽ താഴെ സമയം മതി പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹത്തിന് അവിടെ എത്തിച്ചേരാൻ. മേപ്പാടി വഴി ചൂരൽമലയിലേക്ക് പോവുകയാണ്. അവിടെ ദുരന്ത ബാധിത മേഖലകൾ അദ്ദേഹം സന്ദർശിക്കും. ബെയിലി പാലത്തിൽ അദ്ദേഹം എത്തുകയും അതിനുശേഷം പിന്നീട് അദ്ദേഹം ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുമൊക്കെ പ്രധാനമന്ത്രി കാണാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഷാഹ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ ഒരു മഴ ഇവിടെ ഉണ്ട്. ചെറിയ കാലാവസ്ഥയിൽ ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കാലാവസ്ഥ പ്രതികൂലമാവുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബെയിലി പാലത്തിന് മുകളിൽ നിന്ന് കുറച്ച് ദൂരെ അങ്ങോട്ട് നടക്കാനുള്ള പദ്ധതി അത് പക്ഷേ ഉപേക്ഷിച്ചേക്കും. കാരണം കാലാവസ്ഥ മോശമായി കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള യാത്രയും ഏതാണ്ട് ദുഷ്കരമാകും. നിലവിലെ സാഹചര്യത്തിൽ വിജയൻ ഇപ്പോഴും നമുക്ക് നേരത്തെ അറിയിച്ചിട്ടുള്ള പദ്ധതി അനുസരിച്ച്, പരിപാടികൾ അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ പ്രധാനമന്ത്രി ചൂരൽമല എത്തുകയും ദുരന്ത ബാധിത മേഖലകൾ കാണുകയും ബെയിലി പാലത്തിൽ എത്തിയ ശേഷം പിന്നീട് അദ്ദേഹം തിരിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തി അവിടെയുള്ളവരെ കണ്ട് അതിനുശേഷം വിംസ് ആശുപത്രിയിൽ എത്തി ചികിത്സയിൽ കഴിയുന്നവരെ കാണും. ശേഷം പിന്നീട് അദ്ദേഹം കൽപ്പറ്റ കളക്ടറേറ്റിൽ എത്തി അവിടെ ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ട്. ആ റിവ്യൂ മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുക്കുകയും കേരളം വയനാട്ടിന് വേണ്ടി പ്രതീക്ഷിക്കുന്ന സഹായം സംബന്ധിച്ച കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കും. ഈ കാര്യങ്ങൾ ആണ് ഇനി നടക്കാനുള്ളത്. ഇപ്പോൾ ഏതായാലും ഇവിടെ ഇതുവരെ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങളൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയതിനെ തുടർന്ന് ആ നിയന്ത്രണങ്ങളിൽ ഒരു അല്പം ഇളവ് വരുത്തിയിട്ടുണ്ട്. വിജയൻ, ഇപ്പോൾ ഇതാണ് കൽപ്പറ്റയിൽ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ. അദ്ദേഹം അല്പസമയത്തിനകം ഏതാണ്ട് അരമണിക്കൂറിൽ താഴെ സമയം മതി അദ്ദേഹം ചൂരൽമലയിലെത്താൻ. അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം ചൂരൽമലയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. കൽപ്പറ്റ ഈ റോഡിലൂടെ കടന്നുപോയിരിക്കുന്നു. യെസ്, ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് വാഹനവ്യൂഹം മുന്നോട്ട് പോവുകയാണ് ചൂരൽമലയിലേക്ക്. നമുക്കറിയാം ചൂരൽമല ഇപ്പോൾ ഏറ്റവും അപകടമുണ്ടായ ഒരു പ്രദേശമാണ്. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, വെള്ളാർമല, ഈ 3 ദുരന്ത മേഖലകളുടെയും ഒരു താഴ്വാരമാണ് ചൂരൽമല. അവിടേക്കാണ് ഈ ദുരന്തം മുഴുവൻ ഇരച്ചെത്തിയിരിക്കുന്നത്. ഏതാണ്ട് പൂർണ്ണമായും ആ ചൂരൽമല ഒരു ചെറിയ ടൗൺ, ഒരു അങ്ങാടി ഏതാണ്ട് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന സാഹചര്യമാണ്. അവിടേക്കാണ് പ്രധാനമന്ത്രി ഇപ്പോൾ എത്താൻ പോകുന്നത്. മേപ്പാടിയിലൂടെ അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം അല്പസമയത്തിനകം മുന്നോട്ട് നീങ്ങും. കൽപ്പറ്റയിൽ നിന്ന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി അദ്ദേഹം ചൂരൽമലയിലേക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് ചൂരൽമലയിൽ എത്താൻ കഴിയും. അവിടെ ബെയിലി പാലത്തിലൂടെ കുറച്ച് മുന്നോട്ട് പോകും. ഈ രക്ഷാപ്രവർത്തനത്തിൽ, പാലം നിർമ്മാണത്തിലൊക്കെ പങ്കെടുത്ത സേനാംഗങ്ങളുമായി അവിടെ വെച്ച് സംസാരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 3 മണിവരെ പ്രധാനമന്ത്രി ഈ വയനാട്ടിലെ ദുരന്ത മേഖലയിലും അതിൻ്റെ അനുബന്ധ മീറ്റിങ്ങുകളിലും എന്ന് വെച്ചാൽ അവലോകന യോഗങ്ങളിലടക്കം പങ്കെടുത്തുകൊണ്ട് 3 മണിക്കൂറിലധികം 3 മണിവരെയെങ്കിലും അവിടെ ഉണ്ടാകും എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. ഒരിക്കൽ കൂടി ഷഹദ് റഹ്മാനിലേക്ക്. ഷഹദ്, മേപ്പാടി പിന്നിട്ടോ പ്രധാനമന്ത്രിയും സംഘവും? ഇല്ല വിജയകുമാർ, ഇതുവരെ മേപ്പാടി ടൗണിലേക്ക് എത്തിയിട്ടില്ല. അല്പസമയം മുമ്പ് ഗോപി സൂചിപ്പിച്ചതുപോലെ കൽപ്പറ്റ ടൗണ് പിന്നിട്ട് മേപ്പാടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഇപ്പോൾ വഴിയിലുടനീളം കനത്ത സുരക്ഷയാണ്. പ്രത്യേകിച്ച് കുറേ അധികം വീടുകളൊക്കെയുള്ള മേഖലയായതുകൊണ്ട് തന്നെ ഈ മേഖലയിലൊക്കെ വീടുകളൊക്കെയുള്ള അല്ലെങ്കിൽ കടകളുള്ള ചെറിയ ചെറിയ ഇടവഴികൾ, ചെറിയ റോഡുകളൊക്കെയുള്ള മേഖലകളിലൊക്കെ തന്നെ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ മേപ്പാടി ടൗൺ എന്ന് പറയുന്നതാണ് ഈ ചൂരൽമലയിലേക്ക് കയറുന്നതിന് മുന്നേയുള്ള ഒരു പ്രധാനപ്പെട്ട ടൗൺ. അപ്പോൾ ഇവിടെ അതീവ സുരക്ഷയാണ് ഈ മേഖലയിൽ
ഒരുക്കിയിട്ടുള്ളത്. കാരണം ഈ ചൂരൽമലയിലേക്ക് ഇവിടുന്ന് 2 റോഡ് വഴി കയറാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 2 റോഡിൽ ഒരു റോഡ് പൂർണ്ണമായിട്ടും അടച്ചിട്ടുണ്ട്. മറ്റൊരു റോഡ് വഴിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ മുഖ്യമന്ത്രി, ഗവർണർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഇതുവഴി കടന്നു പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡിന്റെ ഇരുവശങ്ങളിലും ആളുകൾ വലിയ രീതിയിൽ ഇപ്പോൾ കാണാം. ആളുകളെ നമുക്ക് കാണാം റോഡിന്റെ ഇരുവശങ്ങളിലും. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെയും കൃത്യമായിട്ട് നമുക്ക് കാണാം. ഇവിടെ എല്ലാം വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. 2300-ലധികം പോലീസുകാരെയാണ് ഇതിന് മാത്രം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി മാത്രം വിന്യസിച്ചിട്ടുള്ളത്. അപ്പോൾ അല്പസമയത്തിനകം നമ്മൾ നിൽക്കുന്ന ഈ മേപ്പാടി ടൗണിലേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി വരും എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം പോവുക, അതായത് മേപ്പാടി ടൗണിൽ നിന്നും നേരെ ചൂരൽമലയിലേക്ക് കയറി ചൂരൽമല സന്ദർശിച്ച് അവിടെയുള്ള ഈ ബെയിലി പാലം നിർമ്മാണത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ആശയവിനിമയം നടത്തിയതിനു ശേഷം അദ്ദേഹം വീണ്ടും പോവുക ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മേപ്പാടി ടൗൺ വഴി ഇവിടെയുള്ള മൂപ്പൻസ് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ 49 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 2 ആളുകൾ ICUവിലാണ്. 25 പേരുള്ള വാർഡിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുക എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും ഇപ്പം നമ്മെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആശുപത്രിയിലുള്ള ഈ 25 പേരുമായി ആശയവിനിമയം നടത്തും എന്നുള്ളൊരു കാര്യമാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ അതിന് തൊട്ട് സമീപത്തായിട്ടാണ് സെന്റ് ജോസഫ് സ്കൂൾ ഉള്ളത്. അവിടെയുള്ള ക്യാമ്പിലും അദ്ദേഹം കയറും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ക്യാമ്പിൽ 5 പേരുമായിട്ട് പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. 5 പേർക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനും അവരുടെ ബുദ്ധിമുട്ടുകൾ പറയാനും അവരുടെ ആകുലതകൾ പറയാനുമുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഈ സെലക്ട് ചെയ്ത 5 പേരെയാണ് ഈ പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ സമ്മതിക്കുക എന്നുള്ള വിവരമാണ് നമുക്ക് ക്യാമ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.